ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന. സമീപകാലത്ത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഗംഭീര പ്രകടനം നടത്തിയിട്ടുള്ള ഇംഗ്ലീഷ് സൂപ്പർ താരമാണ് ജോസ് ബട്ട്ലർ. എടുത്തു പറയേണ്ടത് 2022 സീസണിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ്. 863 റൺസ് ആയിരുന്നു അദ്ദേഹം ആ ഒരു സീസണിൽ സ്വന്തമാക്കിയത്. 10 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയിരുന്നത്. നിരവധി സെഞ്ചുറികൾ അദ്ദേഹം കരസ്ഥമാക്കി. ഒരുപാട് റെക്കോർഡുകൾ തൻ്റെ പേരിലേക്ക് മാറ്റി എഴുതാൻ ബട്ട്ലർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ 1-2 ഇന്നിങ്സുകൾ മാറ്റി നിർത്തിയാൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ ഈ ഒരു ഇംഗ്ലീഷ് താരത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ നിലനിർത്തിയിരുന്നില്ല. പക്ഷേ മെഗാ ഓപ്ഷനിൽ ഗുജറാത്ത് ടൈറ്റൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കി. ഏകദേശം 16 കോടി രൂപയോളം ചിലവഴിച്ചുകൊണ്ടാണ് ജോസേട്ടനെ ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ വില ലഭിച്ച വിദേശ താരമായി മാറാനും ജോസേട്ടന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും താരത്തെ ഇനി ഒരു എതിരാളിയായിക്കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസിന്റെ മലയാളി ക്യാപ്റ്റനായ സഞ്ജു സാംസണ് നേരിടേണ്ടി വരിക. ഇക്കാര്യത്തിൽ സഞ്ജു ഒരൽപ്പം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. AB de Villiers-ഉമായി നടത്തിയ അഭിമുഖത്തിലാണ് ജോസ് ബട്ട്ലറെ കുറിച്ച് ഇപ്പോൾ സഞ്ജു സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ജോസ് ബട്ട്ലർ നിങ്ങൾക്കെതിരെ ബാറ്റ് ചെയ്യാൻ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നമ്മൾ എന്താണ് ചെയ്യുക? അക്കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും വലിയ ആശങ്കയുണ്ട്. ഇതാണ് സഞ്ജു സാംസൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ജോസ് ബട്ട്ലറെ താൻ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ എങ്ങനെ നേരിടും എന്ന കാര്യത്തിൽ ഒരു ചെറിയ പേടിയൊക്കെ ഇപ്പോൾ സഞ്ജു സാംസൺ ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇന്ത്യൻ താരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ക്വാഡാണ് രാജസ്ഥാൻ റോയൽസിനുള്ളത്. ജോസ് ബട്ട്ലർക്ക് കൃത്യമായ ഒരു പകരക്കാരനെ കണ്ടെത്താൻ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.